ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ഗോതമ്പ് പൊടിയും കുറച്ച് വെജിറ്റബിളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പയിലേക്ക് വെച്ചു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയും കുറച്ച് വെജിറ്റബിളും ഉപയോഗിച്ചാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. കടുകൊന്ന് പൊട്ടി വരാറായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തു. ഇങ്ങനെ കടുകും ജീരകവും ഒക്കെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പൊടിയായിട്ട് അരിഞ്ഞ സവോള ഇട്ട് കൊടുത്തു. സവോള ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ഒരു 5-8 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ക്യാബേജ്, 1/2 കപ്പ് ക്യാബേജ് അരിഞ്ഞതും കൂടി ചെറുതായിട്ട് അരിഞ്ഞ്, നമ്മൾ വെജിറ്റബിൾ എല്ലാം ചെറുതായിട്ട് അരിയണം. എന്ന് വെച്ചാൽ നമുക്ക് ഗോതമ്പ് പൊടിയുടെ കൂട്ടത്തിൽ ഇട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ചെറുതായിട്ട് തന്നെ അരിയണം. അതോടൊപ്പം തന്നെ കുറച്ച് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. അതും കൂടി പിഴിഞ്ഞ് ആ വെള്ളം നീക്കി അതും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിടണമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിലിട്ട് കൊടുത്തത്. അങ്ങനെ അതും കൂടി ഇട്ടു. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി വെജിറ്റബിളെല്ലാം നമുക്ക് ഇന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടണം. അതോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചുരണ്ടിയതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വയ്ക്കാം. അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് വെള്ളം ഒഴിച്ച്, സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്നര കപ്പ് പൊടിയിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഒന്ന് കുഴച്ച് ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ, ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്കത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മളുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ വെജിറ്റബിൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ആ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ ഗോതമ്പ് പൊടിയും ആ വെജിറ്റബിളിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം നമ്മളത് ദോശമാവിൻ്റെ കൂട്ടത്തിൽ വേവിക്കുമ്പോൾ അത് വെന്തോളും. ഇനി അതിലേക്ക് ഒരു പിടി മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു
പരുവത്തിലായിരിക്കണം നമ്മളുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് പരത്തി എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. തിരിച്ചും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പരന്നോളും. എന്നിട്ട് നമുക്ക് ആ മാവിൻ്റെ പകുതിയോളം നമുക്ക് കോരി ആ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിരത്തി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ആ തവി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് മൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി, ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കത് മറിച്ചിട്ട് മറുവശം കൂടി ഒന്ന് മറിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മറുവശവും നമ്മളുടെ വെജിറ്റബിൾ ദോശയുടെ മറുവശവും കണ്ടോ നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.